അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് മർഹൂം മമ്മിക്കുട്ടി മുസ്ലിയാർ അവറുകളുടെ RTSO അനുസ്മരിക്കുന്ന 2ാം കൊല്ലത്തെ ചടങ്ങിലാണ് നമ്മളുള്ളത്. അറബ് മാസപ്രകാരം 44, ഇംഗ്ലീഷ് മാസപ്രകാരം 43 കൊല്ലമായി ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി മുസ്ലിയാർ വഫാത്തായിട്ട്. മഹാനവറുകളുടെ ജീവിതം എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും ഇനി ആരോടും പറയേണ്ടതില്ല. കാരണം അതിൻ്റെ തെളിവാണ് ഈ സ്റ്റേജും ഈ സദസ്സും. പെരുമ്പിലാവ് മഹല്ലിൽ ഒരുപാട് കാലം ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ ചെറവല്ലൂർ പള്ളിയിൽ നിന്നതുപോലെ ദീർഘകാലം നിൽക്കുകയും ഇപ്പോഴും ആ മഹല്ലിൻ്റെ ആത്മീയമായ നിർവൃതികളിൽ ഇടപെടുകയും ചെയ്യുന്ന ആളാണ് ബഹുമാനപ്പെട്ട TT ഉസ്താദ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് സ്വന്തം നാട്ടിന്റെ പേര് തന്നെ മാറിപ്പോകുന്ന വിധം ചിറവല്ലൂർ ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്. അത്രമാത്രം ചെന്നിടത്ത് യഥാർത്ഥ ദാഴികൾ അവരുടെ നാടും വിലാസവും മാറ്റിയെടുത്തുകൊണ്ട് ആ നാടിൽ ഇടപെടുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരുപാട് എണ്ണത്തിനെ വളർത്തിയെടുത്തു എന്നതാണ് അതിന്റെ പ്രത്യേകത. അഭിമാനപൂർവമാണ് ഈ സദസ്സിൽ നമ്മളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദിന്റെ ഒരു ശിഷ്യ പരമ്പരയിലെ വിളക്കുകളുടെ ഈ ജ്വലനം കാണുമ്പോൾ ചെറുകുന്നിലും പാപ്പിനിശ്ശേരിയിലും മറ്റു പല സ്ഥലങ്ങളിലായി ഉസ്താദ് അറിവ് പകർന്നു കൊടുത്ത എത്രയെത്ര ശിഷ്യന്മാരുണ്ടാകും. അവരൊക്കെ ഒരുമിച്ച് കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹു അവരെയും നമ്മയും ഒക്കെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിലും ഫിർദൗസിലും ഒരുമിച്ച് കൂടുമാറാകട്ടെ. അതൊരു വലിയ ഒരു സംവിധാനമാണ്. എന്തിനാണ് ഉസ്താദുമാരെ ഓർക്കുന്നത്? ഉസ്താദുമാരെ എന്തിനാണ് പരിചയപ്പെടുത്തുന്നത്? ഉസ്താദുമാരെ പരിചയപ്പെടുത്തുന്നത് ആ പരിചയത്തിൽ നിന്ന് ഒരു ഉൾപ്പുളകം കിട്ടുമെന്നതിന് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് വഴി നടക്കേണ്ടത്. എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഉസ്താദിൽ നിന്ന് നാം ഏറ്റെടുത്തിട്ടുള്ളത്. 25ഉം 26ഉം വയസ്സിലൊക്കെ ഒരു പക്ഷേ നമ്മുടെ ചെറുവല്ലൂർ ഉസ്താദ് നമ്മുടെ ഉസ്താദ് ദർസ് ഏറ്റെടുത്തിട്ടുണ്ടാവണം. ഞാൻ കാണുമ്പോൾ നല്ല കറുത്ത താടിയുള്ള യുവാവാണ് അദ്ദേഹം. 3:30 മണിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ചെറുവല്ലൂരിലെ കിണത്തിൽ നിന്ന് വെള്ളം കോരി കുളിക്കുക. ആ സമയത്ത് ഒരു ദിവസം പോലും ഞാനത് കാണാതിരുന്നിട്ടില്ല. ഞാൻ കാണാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ സമയത്ത് വളർന്നിരുന്നത് കൊണ്ടല്ല, ഉസ്താദിന്റെ ഈറനൊടുത്ത തോർത്തുമുണ്ട് കാണാത്തൊരു ദിവസവുമില്ല, ഈറനണിഞ്ഞ തോർത്തുമുണ്ട് കാണാത്ത ഒരു ദിവസവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പ്രായം മുതൽ ഈ പ്രായം വരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ചെറുവല്ലൂരിന്റെ കാലത്ത് അത്രമാത്രം കർക്കശമായ നിലപാടോടുകൂടെ ദീൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും മമ്മിക്കുട്ടി മുസ്ലിയാർ? എവിടെ നിന്നാണ് ഉസ്താദിന് സ്വഭാവം കിട്ടിയത് എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ മമ്മിക്കുട്ടി മുസ്ലിയാരെ വിലയിരുത്താൻ ഏറ്റവും അർഹരായ ഒരു അനുഭവം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദാണ്. മറ്റുള്ളവരുടെ കൂടെ നമ്മൾ നിൽക്കാത്തത് കൊണ്ടാണ് അവരൊരു പക്ഷേ ഇതിനേക്കാൾ വലിയവരാകാം. പക്ഷേ ഇത്തരം കത്തിജ്വലിക്കുന്ന ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ ഇത്ര കടംപിടുത്തം പിടിച്ച് ഇത്ര മനോഹരമായി നമ്മുടെ മുന്നിൽ ഒരു ജീവിതം എങ്ങനെയാണ് മമ്മിക്കുട്ടി മുസ്ലിയാർ ജീവിച്ചത്, എന്തായിരുന്നു അവിടുത്തെ നിലപാട് എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. ഇനി നമ്മളിത് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് ശിഷ്യന്മാരിലേക്ക് നമ്മുടെ അറിവ് കൊടുക്കുകയാണ്. പാരമ്പര്യമേതാണ്? ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ആദ്യത്തെ ഉസ്താദ് 6 മുതൽ 9 വരെ പഠിച്ചത് തണ്ണീർക്കോട് ഓത്തുപള്ളിയിലാണ്. അവിടെ നിന്ന് വളക്കത്ത് വളപ്പിൽ മമ്മുമല്ല എന്ന് പറയുന്ന മഹാനുഭാവൻ. പിന്നീട് അറക്കൽ മൂപ്പൻ. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടും ഈ പരിസരത്തെ ആളുകളെ മാത്രമല്ല, എന്താണ് അറക്കൽ മുസ്ലിയാർ, അറക്കൽ മൂപ്പൻ എന്നറിയപ്പെടണമെങ്കിൽ അത് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ ദലായിലുൽ ഖൈറാത്ത് കൈപ്പറ്റിയവരും ആ ഒരു ലോകം സൃഷ്ടിച്ച ആത്മീയ വഴികൾ. ഞാനവിടെ പണ്ഡിത വഴി എന്ന് പറയുന്നില്ല, ആത്മീയ വഴിയും. പണ്ഡിത വഴിയിലേക്ക് തിരിഞ്ഞാൽ ഒരുപാട് മഹത്തുക്കളുടെ അത് വേറെ തന്നെ ഒരു വിഷയം നമ്മൾ പഠിക്കേണ്ടതാണ്. ആ അറക്കൽ മൂപ്പരിൽ നിന്നാണ് 10 കിതാബ് ഓതി എന്ന് മാത്രമല്ല, ഇനി അത് അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞോളും. ഒരു തഹ്സീലും നൽകിയാണ് അറക്കൽ മൂപ്പർ പറഞ്ഞയച്ചത്. അവിടെ നിന്ന് നേരെ പോകുന്നതും തെർത്തീബ് തെറ്റിയേക്കാം, പക്ഷേ സൈദാലി മുസ്ലിയാർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന പൈലിപ്പുറത്ത് വഫാത്തായ മഹാനായ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനിൽ നിന്ന് പിന്നീട് പോകുന്നത് കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരാണ്. ആരാണ് കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാർ? പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അരികിൽ താജുൽ ഉലമ കുഞ്ഞിക്കോയ തങ്ങൾ ഓതിയിട്ടുണ്ട്. അവരുടെ അരികിൽ ഹസൻ മുസ്ലിയാർ ഓതിയിട്ടുണ്ട്.
അവരുടെ അരികിൽ ഇന്ന് കേരളം കണ്ട പ്രഗത്ഭരായ പലരും കൂട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ അരികിൽ ഓതിയിട്ടുണ്ട്. ആ ഉസ്താദിൽ നിന്ന് മഹാനായ മമ്മിക്കുട്ടി മുസ്ലിയാർ അവിടെ നിന്ന് അറിവ് പകർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ കിതാബുകളൊക്കെ അലിഫിയ തീർന്നതും അതുപോലെ വലിയ മഅഖൂലാത്തിന്റെ കിതാബുകളും ഒക്കെ ഓതിയത് അവിടെ നിന്നാണ്. പിന്നെ അവിടെ നിന്ന് എവിടേക്കാണ് പോയത്? അവിടെ നിന്ന് പോയത് കേരളം എഴുന്നേറ്റ് നിൽക്കുന്ന മഹാനായ പണ്ഡിതൻ. കേരളം എഴുന്നേറ്റ് നിൽക്കുന്ന പറയുന്നത് എന്താ കാരണം? സദഖത്തുൽ മുസ്ലിയാർ നവ്വറല്ലാഹു ബർക്കതുഹു അവരിലേക്കാണ് പോയത്. ആരാണ് സദഖത്തുൽ മുസ്ലിയാർ? സദഖത്തുൽ മുസ്ലിയാരുടെ വലിപ്പം മനസ്സിലാകാൻ ഒറ്റ കാരണം മതി. സദഖത്തുൽ മുസ്ലിയാരുടെ പക്കൽ നിന്ന് ഓതിയ ആളാണ് ഓക്കെ ഉസ്താദ് എന്നറിയപ്പെടുന്ന മഹാനായ കുട്ടി മുസ്ലിയാർ. ഇനി പറയൂ, സമസ്തക്ക് എത്ര വഴികളുണ്ടായാലും ആ വഴികളൊക്കെ ചെന്ന് ചേരുന്നത് മഹാനായ ഓക്കെ ഉസ്താദിലേക്കാണ്. ഓക്കെ ഉസ്താദിന് പ്രത്യേകതയുണ്ട്. ഓക്കെ ഉസ്താദ് പഠിച്ച് വലുതായി ദർസിന് വേണ്ടി ഒരുങ്ങി. അപ്പൊ ഉസ്താദായ സദഖത്തുൽ മുസ്ലിയാരെ കാണാൻ പോയി. എന്നിട്ട് പറഞ്ഞു, എന്റെ ദർസ് തുടങ്ങി തരണം. അപ്പൊ സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾക്ക് ദർസ് തുടങ്ങാനും ഡേറ്റ് നിശ്ചയിക്കാനും ഏറ്റവും അർഹൻ, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന അറക്കൽ മൂപ്പരാണ്. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇൽമ വഴിയിൽ സദഖത്തുൽ മുസ്ലിയാരും ആത്മീയ വഴിയിൽ അറക്കൽ മൂപ്പരിലേക്കും എത്തുന്ന പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ്. ആ ഓക്കെ ഉസ്താദ് പിന്നീട് ദർസ് നടത്തിയത് അറക്കൽ മൂപ്പർ പറഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പൊ എവിടേക്കാണ് ഇത് എത്തുന്നത്? എങ്ങനെയാണ് ഈ വഴികൾ പോകുന്നത്? ഇതൊന്ന് ചെറുതായി ഒന്ന് റെഫർ ചെയ്ത ഭയങ്കര രസകരമായ ഒരു സംഭവം. മഹാനായ മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഭാര്യ ഫാത്തിമ, അത് ആരുടെ മകളാണ് നിങ്ങൾക്കറിയാം? അത് അരിക്കാട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നമ്മൾ പറയാറുണ്ട്. ആരുടെ പുതിയാപ്പിളയാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ? ആരുടെ മകളെയാണ് കെട്ടിയത്? അവര് കുട്ടിയാമ്മ മുസ്ലിയാരുടെ മകളെയാണ് കെട്ടിയത്. ആരാണ് കുട്ടിയാമ്മ മുസ്ലിയാർ? കുട്ടിയാമ്മ മുസ്ലിയാരുടെ അടുത്ത് ഓതിയവരുടെ കണക്ക് ഞാൻ പറയുന്നില്ല, ഒറ്റ ഉദാഹരണം പറയാം. കുട്ടിയാമ്മ മുസ്ലിയാരുടെ അടുത്ത് ഓതാൻ വന്ന ആളാണ് അരിക്കാട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. അവരുടെ മകളാണ് ഫാത്തിമ. ആ ഫാത്തിമയാണ് ആരുടെ ഭാര്യ? ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്തിന്റെ ഭാര്യ. ഒരു രസകരമായ സംഭവം ഉണ്ട്. എന്താ സംഭവം എന്ന് പറയാം. ബഹുമാനപ്പെട്ട പുത്തമ്പള്ളി മൂപ്പരും കുട്ടിയാമ്മ മുസ്ലിയാരും ശരീക്കന്മാരാണ്. അവർ രണ്ടുപേരും മഖ്ദൂമി പാരമ്പര്യം പൊന്നാനിയിൽ നിന്ന് കണ്ടുമുട്ടിയവരാണ്. അങ്ങനെ പുത്തമ്പള്ളി മുസ്ലിയാർ ബഹുമാനപ്പെട്ട കുഞ്ഞാമത് മുസ്ലിയാർ വഫാത്തായപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വന്നത് ഈ പറഞ്ഞ മമ്മിക്കുട്ടി മുസ്ലിയാരുടെ അമ്മാശനായ അരിക്കാട്ടിൽ മുഹമ്മദ് മുസ്ലിയാരാണ്. മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് നോക്കുമ്പോ കാല് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. കാലിങ്ങനെ മടങ്ങിയിട്ടാണ്, നിർത്തി നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പൊ കുട്ടിയാവ് മുസ്ലിയാരോട് വന്നിട്ട് അരിക്കാട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന ശിഷ്യൻ പറഞ്ഞു, മൂപ്പരുടെ കാല് മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, എങ്ങനെ ഇപ്പൊ ഒന്ന് കുളിപ്പിക്കുക? കുട്ടിയാവ് മുസ്ലിയാരും പുത്തമ്പള്ളിക്കല മൂപ്പരും ശരീക്കന്മാരാണ്. അപ്പൊ വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഈ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ കാലങ്ങ് നീർത്തി വെച്ചൂടെ എന്ന് ചോദിച്ചു. അള്ളാഹു സാക്ഷി, ആ കാലങ്ങ് നീർത്തിവെക്കാൻ മഹാനവറുകൾ തയ്യാറായി എന്നാ പറഞ്ഞത്. നമ്മളിപ്പോ സംശയിക്കുമ്പോ എങ്ങനെ ഇപ്പോ അങ്ങനെ ഒരാൾ നമുക്ക് അങ്ങനത്തെ സംശയമൊന്നുമില്ല. പക്ഷെ ഈ സംശയം ലോകത്തിൽ ഉണ്ടാവാം. പക്ഷേ കുട്ടിയാവ് മുസ്ലിയാർ പോയി പറയാണ്, നിങ്ങൾ കാലൊന്ന് നീട്ടിവെക്കണം, ഇത് കുട്ടികൾക്ക് കുളിപ്പിക്കാൻ വയ്യ. അപ്പോൾ മഹാനവറുകൾ കാല് നീട്ടിവെച്ചു എന്നാണ് ചരിത്രം. ഇത് കണ്ടയാളാണ്, ഈ കാല് നീട്ടിവെക്കുന്നത് കണ്ടയാളാണ് മമ്മിക്കുട്ടി ഹസ്രത്തിന്റെ മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഭാര്യ ഫാത്തിമ എന്ന് പറയുന്നവരുടെ ഉപ്പ അരിക്കാട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ. ഇനി ഈ പാരമ്പര്യത്തെ പറ്റി എന്ത് പറയാനാണ്? അപ്പൊ ഇങ്ങനെ വളരെ മനോഹരമായ ഉമ്മ വഴിയും വാപ്പ വഴിയും. ഇനി വാപ്പ വഴി നമ്മളൊന്ന് പോയാൽ അവിടേക്ക് എത്തുക. ആരാണ് മമ്മിക്കുട്ടി മുസ്ലിയാരുടെ വാപ്പ? മമ്മിക്കുട്ടി മുസ്ലിയാരുടെ വാപ്പ വലിയ കുഞ്ഞാലി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മഹാനായ കുഞ്ഞാലി മുസ്ലിയാരാണ്. ഈ കുഞ്ഞാലി മുസ്ലിയാർ ആരുടെ മകനാണ്? ഈ കുഞ്ഞാലി മുസ്ലിയാർ എന്ന് പറയുന്നത് ഇന്ന് അറക്കൽ പള്ളിയിൽ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ അറക്കൽ മൂപ്പര് ഈ സൈഡിലാണ്. അതിന്റെ തൊട്ടടുത്ത് അവിടെ കാണുന്ന അവരുടെ പിതാവ് ഫരീദ് മുസ്ലിയാരാണ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് ഉസ്താദിന്റെയും കൂടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അവിടുത്തെ മകനായ വാപ്പുട്ടി മുസ്ലിയാരാണ്. അതിന് വലിയ ഭാഗ്യമുള്ള ഒരാളാണ്. ഉസ്താദ് വാപ്പുട്ടി മുസ്ലിയാർ എടുത്ത് ഓതിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ആ ഫരീദ് മുസ്ലിയാരുടെ അനുജനായ ഒരു മമ്മിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഉമറ ഉണ്ടായിരുന്നു. ആ ഉമറായിന്റെ മകനാണ് ബഹുമാനപ്പെട്ട വലിയ കുഞ്ഞാലി മുസ്ലിയാർ. വലിയ കുഞ്ഞാലി മുസ്ലിയാർ എന്ന് പറയാൻ തന്നെ കാരണം എന്താ? അന്ന് പടിഞ്ഞാറങ്ങാടിയുടെ പരിസരത്ത് വേറൊരു മുസ്ലിയാരോട് ചക്കേക്കര അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, കുഞ്ഞാലി മുസ്ലിയാർ. അവര് ചെറിയ മുസ്ലിയാരാണ്, ഇവര് വലിയ മുസ്ലിയാരാണ്. അവരുടെ മകനാണ് ആര്? മമ്മിക്കുട്ടി മുസ്ലിയാർ. മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അത്യപൂർവമായ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് ആലിമീങ്ങളൊക്കെ അതത് കാലത്ത് ഭരണാധികാരികളെ അവരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങളെ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും രാജാവിന്റെ കൽപ്പന പ്രകാരം അടിച്ചിരുന്നു.
കാരണം രാജകീയമായ വിധിക്ക് അനുകൂലമായിട്ട് വിധി കൊടുക്കുന്നവരല്ലല്ലോ അവർ. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനും ഇതേ അനുഭവം ഉണ്ടായ ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെ അതത് കാലഘട്ടത്തിലെ ആളുകൾക്ക് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾക്ക് അന്നത്തെ പ്രമാണിമാർക്ക് അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല ആലിമിന്റെ ലക്ഷണമല്ല. അപ്പം നിങ്ങൾ ചിന്തിച്ചോക്കെ എത്രമാത്രം പ്രയാസങ്ങളിലൂടെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ജിഫിരി തങ്ങളും അതുപോലെ എത്ര മഹാന്മാരാണ് അത്തരം പ്രയാസങ്ങളിലൂടെ കടന്നുപോയവരൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ എന്തായിരുന്നു മമ്മിക്കുട്ടി മുസ്ലിയാരുടെ പ്രത്യേകത? അക്കാലഘട്ടത്തിലെ ഈ ഒരു സംഭവത്തോടും ഇസ്ലാമിനെ യോജിക്കാത്ത ഒന്നിനോടും തന്റെ വ്യക്തിപരമായ ഇസ്ലാമികമായ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തും. ഈ മുട്ടുംവിളിയുള്ള നേർച്ചകളൊക്കെ അന്നുണ്ടായിരുന്നു. മഹാനവറുകൾ എതിരാണെന്ന് മാത്രമല്ല, ഞാൻ ആ എതിരിന്റെ ഒരു രസം മനസ്സിലാക്കുന്ന എവിടെയെന്ന് അറിയാം. നമുക്ക് ആ എതിര് മൂപ്പര് എതിരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ നമുക്ക് ആ എതിര് എവിടുന്ന് മനസ്സിലായെന്ന് അറിയാം. ചെറുവല്ലൂരിലെ നേർച്ചക്ക് ഒരാഴ്ച മുമ്പ് ദർസ് നിർത്തും ബഹുമാനപ്പെട്ട ഉസ്താദ്. എന്നിട്ട് അവിടുന്ന് നാട്ടിൽ പോകും. പിന്നെ നമ്മുടെ നിറവട്ടം പോലും നാട്ടിൽ കാണില്ല. എന്താ ഇതിന് കാരണം? ഉസ്താദ് സ്വാഭാവികമായിട്ടും ആരുടെ ശിഷ്യനാണ്? മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനാണ്. മമ്മിക്കുട്ടി മുസ്ലിയാർ അക്കാലത്ത് അത്തരം കാര്യങ്ങൾക്കൊന്നും എതിര് നിന്നിരുന്നില്ല. ആ നിലപാടാണ് ഉസ്താദ് എടുത്തത്. ഇപ്പൊ നമ്മൾ തിരിച്ചറിയാണത് ഉസ്താദിന്റെ നിലപാടാണ്. അങ്ങനെ ഉള്ള മമ്മിക്കുട്ടി മുസ്ലിയാർ നിലപാടെടുത്ത ജീവിതം ഗംഭീരമായ ജീവിതം. മമ്മിക്കുട്ടി മുസ്ലിയാരുടെ സതീർത്ഥ്യനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ആ ബന്ധം പലപ്പോഴും അത് പ്രകടിപ്പിക്കുന്ന രീതി. ഒരു ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് രസകരമായ ഒരു കഥ പറഞ്ഞു. നമ്മുടെ ഷിയാ മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലം മഹാനവറുകൾ വലിയ ആളാണ്, സംശയമൊന്നും വേണ്ട, വലിയ ആളാണ്. നിസ്കരിക്കുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞവരൊക്കെ മുമ്പ് വലിയ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സ്വപ്നം കണ്ടവരുണ്ട്. പക്ഷേ അന്ന് താജുൽ ഉലമ സ്ഥിരമായിട്ട് ആരുടെ അരികിൽ വരുമായിരുന്നു? ചിയാ മുസ്ലിയാരെ കാണാൻ വരുമായിരുന്നു. ചിയാ മുസ്ലിയാരുടെ മഖബറയിൽ പോയാൽ കാണാം തന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ താജുൽ ഉലമയുടെ പേരുണ്ട്. അങ്ങനത്തെ താജുൽ ഉലമ വരുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ആരെ കാണും? തന്റെ സതീർത്ഥനായ മമ്മിക്കുട്ടി മുസ്ലിയാരെ കാണും. അതിന്റെ ഏറ്റവും വലിയ ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മൂത്ത മകൻ താജുൽ ഉലമയുടെ മൂത്ത മകൻ. അത് ഓതിയത് ആരുടെ അരികിലാണ്? മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഹദറത്തിലാണ്. എവിടെ വെച്ച്? ചെറുകുന്നിലോ പപ്പിനിശ്ശേരിയിലോ വെച്ചിട്ടുണ്ടാവും. അവിടെ വെച്ചാണ് ഓതിയിരുന്നത്. അത്ര വലിയ ബന്ധമായിരുന്നു. അങ്ങനെ ആള് താജുൽ ഉലമ വന്നാൽ ഇവിടെ വെച്ച് മമ്മിക്കുട്ടി മുസ്ലിയാരെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഈ ചിയാ മുസ്ലിയാർപ്പാട് അരികിൽ പോകല്ലേ? സ്വാഭാവികമായിട്ട് ഉസ്താദ് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച. അപ്പൊ മഹാനവറുകൾ പറയാറുണ്ട്, എനിക്ക് മൂപ്പരെ വിശ്വാസക്കുറവൊന്നുമില്ല, പക്ഷെ മൂപ്പര് ഈ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നിൽക്കണോണ്ട് ഇനി ഞാൻ പോയിട്ട് മൂപ്പരെ കണ്ടതിന്റെ പേര് ഇനി നാട്ടുകാരൊക്കെ കൂടെ ഇനിയിപ്പോ എന്ത് ചെയ്യണ്ട, അതൊരു വലിയ പ്രശ്നമാക്കണ്ട എന്നതുകൊണ്ട് ഞാൻ പോവാറില്ല എന്ന് താജുൽ ഉലമയോട് പറഞ്ഞു എന്ന് ഒരു ഹിക്കായത്തായിട്ട് ഉസ്താദ് പറഞ്ഞു. നമ്മൾ സൂക്ഷ്മതയാണ് അവിടെ പഠിക്കേണ്ടത്. ആലിമീങ്ങൾക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പറ്റും. തങ്ങന്മാരും പുറത്തുനിന്ന് വരുന്നു. താജുൽ ഉലമ പോയത് യാതൊരു കുഴപ്പമില്ല. കാരണം താജുൽ ഉലമ പോയതും വന്നതും നമ്മളെന്നെ അറിഞ്ഞ പുസ്തകം പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല മമ്മിക്കുട്ടി ഉസ്താദ് പോയണ്ടാവുക. അത് കേരളത്തിലെ പല ആലിമീങ്ങളുടെയും നിലപാടാണ്. അപ്പൊ അത്ര വലിയ നിലപാടിൽ കർക്കശമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഉസ്താദ് നമ്മളോട് പറഞ്ഞില്ലേ, നിങ്ങള് വലിയ തലയെക്കെട്ടുണ്ട്, വലിയ ഒല്ലിയുണ്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ണി കണ്ടവരടുത്തൊന്നും പോകണ്ട. നമ്മളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തേ നമ്മളൊന്നും അങ്ങനത്തെ ഒന്നും പോവാതിരിക്കാനുള്ള കാരണം ഉസ്താദിന്റെ നിലപാടല്ലേ. നമുക്കെന്താ, ഉസ്താദ് പോയതും ഉസ്താദിനെ കൊണ്ടുപോയാക്കിയതും ഉസ്താദിനെ പരിചരിച്ചതും ഒക്കെ ആരാണ്? അത് കക്കടിപ്പുറത്ത് അബൂബക്കർ മുസ്ലിയാരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ കക്കടിപ്പുറം വിട്ടിട്ട് വേറെ എവിടുക്ക പോകണം? കക്കടിപ്പുറവും നമ്മുടെ ഉസ്താദുമല്ലാത്ത, ദലായിലുൽ ഖൈറാത്ത് അല്ലാത്ത ഏത് വലിയ ശൈഖിനെയും നമുക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ നമുക്ക് ധൈര്യം കിട്ടിയത് നമ്മൾ അങ്ങനെ മാത്രമേ ജീവിക്കാവൂ എന്ന് വൃത്തിയായി പറഞ്ഞു തന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അറുകളാണ്. അതുകൊണ്ട് നമ്മളത് വിട്ടിട്ട് ഏതെങ്കിലും തരീഖത്തോ അതല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലോ പോയാൽ ഈ ബാലവി തരീഖത്തിന്റെ നിങ്ങൾ നോക്കേ എവിടെയാണ് ഈ പോകുന്നത്? എവിടേക്കാണ് ഈ 3 ഉസ്താദുമാര് വിട്ടാൽ? ബഹുമാനപ്പെട്ട ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്, അവരുടെ ഉസ്താദ് അറക്കൽ മൂപ്പർ, അവിടുന്ന് വിട്ടാരാണ്? കുഞ്ഞമ്പാവ് മുസ്ലിയാരാണ്. നേരെ മഖ്ദൂമി പാരമ്പര്യത്തിലേക്കാ പോകുന്നത്. ഇനി നേരെ ഇങ്ങോട്ട് പോയാലോ? ബഹുമാനപ്പെട്ട ഉസ്താദ് മമ്മിക്കുട്ടി ഉസ്താദ്, സദഖത്തുള്ള ഉസ്താദ്, പിന്നെ എവിടേക്കാ പോണത്? നേരെ ഏറ്റവും വലിയ ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാരടക്കമുള്ള പാരമ്പര്യത്തിൽ ഇത്ര വലിയ ദറജയും ഇത്ര മനോഹരമായ ഒരു വഴിയും ഉള്ള ഒരു മഹാനെ നമ്മുടെ ജീവിതത്തിന്റെ കൈവഴികളിലായി കിട്ടിയെന്നതാണ് ഈ സദസ്സിന്റെയും ഈ നമ്മളിരിക്കുന്ന നമ്മുടെയും ഒക്കെ പ്രത്യേകത. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മഹാനവറുകൾ ജീവിച്ചിരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ആലിമീങ്ങൾ ഗംഭീരമായി ജീവിച്ചിരിക്കുന്ന സമയമാണ്. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട ഇ.കെ. മർഹൂം ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും അറിയപ്പെടുന്ന കലന്തൻ മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലമാണ്. കലന്തൻ മുസ്ലിയാരുടെ മഖ്ബറയിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ സിയാറത്തിന് പോകാറുണ്ട്. വലിയ വലിയും സൂഫിയുമാണ്. ആ കലന്തൻ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. കലന്തൻ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെറുകുന്നിന്റെ പരിസരത്ത് എവിടെയോ ഒരു വെള്ളിയാഴ്ച ജുമാ നിർത്തുന്ന തർക്കം വന്നു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കലന്തൻ മുസ്ലിയാരും കൂടിയാണ് അതിന് ജുമാ നിലനിർത്തിയത്. ഇത് പിന്നീട് പ്രശ്നമായപ്പോൾ ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി മുസ്ലിയാരുടെ ഹദറത്തിലേക്ക് ചർച്ചയെത്തി. മറുപക്ഷത്ത് വലിയ വലിയ ആളാണ്. പക്ഷേ ഉസ്താദ് അവറുകൾ അത് പഠിച്ചു. ഉസ്താദ് അവറുകൾ ആ വിഷയം പഠിച്ചിട്ട് പറഞ്ഞു, അവിടെ അവരൊന്നും ഇപ്പൊ ആ നാടിനോട് അത്ര അറിയുന്നവരല്ലല്ലോ, അതുകൊണ്ട് അവരുടെ ഒരു വീക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. പക്ഷെ അവിടെ ജുമാ നിലനിർത്തേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി മുസ്ലിയാർ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ വാശി പിടിച്ച് വാദപ്രതിവാദം കേൾക്കുന്നതല്ല. പിറ്റേ ദിവസം പള്ളിയിലുണ്ട് കലന്തൻ മുസ്ലിയാർ വരുന്നു. കലന്തൻ മുസ്ലിയാർ വന്നിട്ട് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഉസ്താദിനോട് പറയുന്നത് അവിടെ നിന്ന് പറയുന്നതാണ് ശരി, അവിടെ ഇനി ജുമാ ഉണ്ടാവില്ല. അതാണ് പണ്ഡിതന്മാരുടെ പ്രത്യേകത. അതാണ് ആ വീര്യത്തിന്റെയും ആ രീതിയുടെയും പ്രത്യേകത. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതൊക്കെ പറയാൻ, ഇതൊന്നും നമ്മൾ പറയുമ്പോൾ അറക്കൽ പള്ളിയും ഉസ്താദും ഒക്കെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. നമ്മുടെ കുട്ടികളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനാണ് നമ്മുടെ ഭാര്യമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമ്മുടെ ഭാര്യമാരെയും സഹോദരിമാരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തെർബിയത്തിനും നമ്മുടെ കുട്ടികൾ സ്വർഗത്തിൽ പോകാനും അള്ളാഹുവിന്റെ ഹബീബിനെ കാണാനും ഈ ഭൂമിയിൽ സത്യസന്ധമായി ഇവർ നിലപാടെടുത്തുകൊണ്ട് മരണപ്പെടാനും ഒക്കെ നമുക്ക് വേറെ വഴികൾ വേണ്ടതില്ല എന്ന് നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയും ഇനി വരാൻ പോകുന്ന തലമുറയെയും ഒക്കെ ഓർമ്മപ്പെടുത്താനാണ്. ഉസ്താദിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് എന്താ ഇത്ര കുറഞ്ഞൊരു സദസ്സ്? ഏറ്റവും ചുരുങ്ങി 5000 ആളുകൾ കൊള്ളുന്ന ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്താലും ഇന്ന് കേരളത്തിൽ ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യ പരമ്പരകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംഭവം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് കടക്കാത്തത് കൊണ്ടാണ്. ചെറുവല്ലൂരിലെ ഒരു ഓർഗനൈസേഷനാണ് ഞങ്ങൾ ചേർന്നത്. ആ ചെറുവല്ലൂരിലെ ഓർഗനൈസേഷൻ പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വലുതാക്കേണ്ടത് ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയുമായി വലുതായി ഇനിയുള്ള തലമുറയിലെ ഇപ്പോഴുള്ളവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഘമെങ്കിലും നമ്മൾ വർഷത്തിൽ നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ. അങ്ങനെ മുഴുവൻ ആ ഒരു പാരമ്പര്യത്തെയും ലക്ഷക്കണക്കിന് മനുഷ്യരെയും ഒക്കെ നല്ല ഹൃദ്യമായ ഭാഷയിൽ നല്ല ഹൃദ്യമായ അവിടുത്തെ ആത്മീയ ചൈതന്യം കൊണ്ട് നന്നാക്കിയെടുക്കാനും നന്നാവാനും ഒക്കെ യോഗം കിട്ടിയവരാണ് നമ്മളൊക്കെയും. അത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഈ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ നിർത്തുകയാണ്. ഇതിന് എനിക്ക് ശേഷം ഇവിടെ വരാൻ പോകുന്നത് കുടുംബം എന്നൊരു വിഷയത്തെ സംസാരിച്ചുകൊണ്ട് പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ അബദ്ധവശാൽ 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ സ്റ്റോക്ക് തീർന്നു. പിന്നെ എന്റെ കയ്യിൽ പുതിയ മരുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹുദവി ഉസ്താദിനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ ഹുദവി ഉസ്താദിന് ഒരു മരുന്നിട്ട് കൊടുക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന കുടുംബ പ്രഭാഷണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കുടുംബം എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ചെറിയ ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശദീകരിച്ച് നമ്മുടെ ഉസ്താദ് പറയും. ഒരു ദിവസം ബഗ്ദാദിലോ മറ്റോ നടന്ന കഥയാണെന്നാണ് അറിവ്. ഒരു ഭർത്താവ്, ഒരു നല്ലൊരു മനുഷ്യനായ ഒരു മനുഷ്യൻ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കണ്ടില്ലേ ഫാത്തിമ, ആ രാവിലെ ഒരാൾ ഇങ്ങനെ പറക്കണത് നമ്മുടെ മുറ്റത്ത് കൂടെ? ആ ഞാൻ കണ്ടു, ഗംഭീരമായി പറക്കുന്നത് കണ്ടു, അത് വലിയൊരു സംഭവം തന്നെയെന്ന് ഒരുപാട് വർണ്ണിച്ചു. അങ്ങനെ ആ വർണ്ണത്തിന്റെ അവസാനം ഭാര്യയോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു, അത് ഞാനായിരുന്നോ, ഞാനാണാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഇടത്തേക്ക് ഭാര്യ പറഞ്ഞത്രേ, എന്റെ കണ്ണിനെന്തോ സംഭവിച്ചോ, ഞാനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ പറക്കണത്, അതെന്തോ ഒരു നിഴല് പോലെ എന്തോ എന്നിട്ട് പോണേ കണ്ടു, എന്നിട്ട് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇതൊരു നാടൻ കഥയാണ്, ഇതൊരു നാടൻ കഥ തന്നെയാണ്. ഇത് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും അല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിലൊരു പ്രത്യേകത, ഇസ്ലാമിലെ നിസ്കരിക്കലും നോമ്പോക്കലും ഒക്കെ നിർബന്ധമാണ്, ഒക്കെ അതേപോലെ പാലിക്കണം നമ്മൾ. പക്ഷെ ഇത്ര മാത്രം ഒരു ഭർത്താവിനെ പരിചരിച്ചാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു മതം വേറല്ല. ഒരു നല്ല നിലക്ക് ഒരു ഭർത്താവിനെ പരിചരിച്ചുകൊണ്ട് അവര് വഫാത്താവുന്ന രീതിയിലേക്ക് ഒരു സ്ത്രീ പോയാൽ അവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും എന്ന മനോഹരമായ ഒരു ആശയം ഇസ്ലാമിലുണ്ട്. അതുപോലെ ചിലരൊക്കെ ഭാര്യമാരെ അടിക്കുമത്രേ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അതൊന്നും ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുമോ നമുക്കൊക്കെ? വലിയ വലിയ മക്കളുള്ള ചിലരെങ്കിലും തന്റെ താക്കത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് താക്കത്ത് കുറഞ്ഞാൽ, ഒന്ന് സൈഡ് വലിഞ്ഞാൽ പിന്നെ ആരാണ് നമുക്ക് വെള്ളം തരേണ്ടത്?
ഇങ്ങനെയുള്ള ചില ഗൗരവപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹുദവി ഉസ്താദിന് ഞാനൊരു ചെറിയ ഒരു സൂചന നൽകുകയാണ്. നല്ല രീതിയിൽ പ്രസംഗിക്കുമെന്ന് ഉറപ്പാണ്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട അമ്മിക്കുട്ടി ഉസ്താദിന്റെയും അവരുടെ ഉസ്താദുമാരുടെയും ഒക്കെ ദർജ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ, ഉയർത്തുമാറാകട്ടെ. അവരുടെയൊക്കെ കൂടെ ജന്നാത്തുൽ നഈമിലും ഫിർദൗസിലും ഒക്കെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിനും ടി ഉസ്താദിനും അതുപോലെ എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സും ഒരുപാട് സംഗമങ്ങൾ ഇവിടെ നടത്താനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.